ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏണിംഗ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. സോ ഏണിംഗ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറേ ഇൻപുട്ട് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ 20% തന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ 5 ആണ് തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 50 തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ദാറ്റ് ഈസ് 100. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നറിയണം. സോ നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് DPS കാണുക എന്നുള്ളതാണ്, ഡിവിഡൻഡ് പെർ ഷെയർ. അപ്പോൾ അതിന് നമുക്ക് 2 ഇൻപുട്ടാണ് വേണ്ടത്. ഒന്ന്, എത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡാണ് ഡിക്ലെയർ ചെയ്തത്, 20% ആണ്. നമുക്ക് എത്രയാണ് ഫേസ് വാല്യൂ, 5 ആണ്. ഈ 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് DPS കാണാം. DPS ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു, ഓക്കെ, DPS ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 20%. ഓക്കെ, 5ൻ്റെ 20% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. DPS കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 1. ഓക്കെ, നമ്മൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ആൻസർ വിൽ ബി 1. നമ്മൾ DPS കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഏണിംഗ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് EPS കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ EPS ഡയറക്റ്റ്ലി കാണാനുള്ള ഇൻപുട്ട് ഇതിലില്ല, ബട്ട് ഇൻഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ തന്നിട്ടുണ്ട്, അതിനകത്ത് EPS ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് EPS ഫ്രം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. സോ അതിൻ്റെ ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ്, ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ EPS. അപ്പം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 50%. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എത്രയാ, ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയറും കണ്ടിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, EPS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ ഉണ്ട്, EPS നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് EPS. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു 50%. ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നെ, ദാറ്റ് ഈസ് 1. ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ഫൈൻഡ് ചെയ്തു, ഡിവൈഡ് ബൈ EPS. അപ്പോൾ EPSനെ ജസ്റ്റ് ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി അല്ലേ. സോ EPS ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 50%. 50%, 50/100നെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 1 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 2. ഓക്കെ, അപ്പോൾ EPSും കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് വന്നത്, നമ്മൾ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത് ഏണിംഗ് ഈൽഡാണ് അല്ലേ. ഏണിംഗ് ഈൽഡാണ്. അപ്പം ഏണിംഗ് ഈൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ആവശ്യമാണ്. സോ അതിനുള്ള ഒരു ഇൻപുട്ട് EPS ആണ്, മറ്റൊന്ന് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. സോ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ വിച്ച് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, സോ EPS ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻറ്റു 100. ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിംഗ് ഈൽഡ് കിട്ടി. സോ വിച്ച് ഇസ് ഈക്വൽ ടു EPS നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എത്രയായിരുന്നു EPS എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 2. ഓക്കെ, 2 ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, വിച്ച് ഇസ് 100. ഓക്കെ, 100. ഓക്കെ, സോ 2 ഡിവൈഡ് ബൈ 100 ഇൻറ്റു പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദ റിസൾട്ട് വിൽ ബി 2%. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കാം, നമുക്ക് ഏത് ഓപ്ഷനാണ് ഉള്ളത് നമുക്ക് നോക്കാം. സോ റൈറ്റ് ആൻസർ ഈസ് 2%, ഓപ്ഷൻ എ.